ചീപ്പിരിപ്പുണ്ട്. ടീച്ചർ പറയായിരിക്കും കേട്ടോ, കൊതുക് കയറിയിട്ടുണ്ടോ പറഞ്ഞു. ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയാണ് ഈ ഒരു കൊതുക്. അതല്ല, ഇപ്പം ഇതിൻ്റെ അകത്തൊരു കൊതുകില്ലേ, ഈ കൊതുക് അല്ല, കൊതുക് നമ്മൾ ഇത് പറക്കുകയല്ലേ, കാർ ഇത്ര സ്പീഡിൽ പോകുമ്പോൾ കൊതുക് ബാക്കിൽ വന്നിരിക്കണ്ടേ കാറിൻ്റെ. അപ്പോൾ കാറിൻ്റെ ബാക്കിൽ വന്നിരിക്കണില്ല, ഇതിൻ്റെ അകത്തുള്ള ഇതും അതിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുക. ട്രെയിനിൽ ഒരാൾ ചാടണം, ട്രെയിൻ 100 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ, പക്ഷെ അയാൾ പുറയിൽ വന്നിരിക്കണില്ലല്ലോ. അത് ന്യൂട്ടൻ്റെ ആണ്. ന്യൂട്ടനല്ല, ഐൻസ്റ്റീനാണ്. ഈ സ്പേസ് ട്രാവലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് ബേസ് ചെയ്തതാണ്. സ്പേസ് ട്രാവൽ ഇല്ലടാ, അത് സ്പേസിൽ ഇത്ര സ്പീഡിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞ് വന്ന ആളുകളുടെ ഏജിന് ഏതാണ്ട് അത് മറ്റേ ഇൻട്രസ്റ്റെല്ലാർ സിനിമയില്ലേ. വ്യത്യാസം. ഇൻട്രസ്റ്റെല്ലാർ സിനിമ കണ്ടിട്ടുണ്ടോ? ആ ഫീൽഡിൽ ഒരുപാട് റിസർച്ച് എടുത്തേക്കുന്ന ആൾ ഐൻസ്റ്റീനാണ്. ഇൻട്രസ്റ്റെല്ലാർ സിനിമ കണ്ടിട്ടുണ്ടോ? ഇൻട്രസ്റ്റെല്ലാർ മറ്റേ മനുഷ്യർ അവസാനിക്കാൻ പോണു, പിന്നെ മറ്റേ രക്ഷിക്കാൻ വേണ്ടിട്ട് സ്പേസിൽ പോണതൊക്കെ. ആരാർന്നില്ല നായകൻ? മാത്യു മക്കോണി. ഇടയ്ക്കൊക്കെ ട്രാവൽ ചെയ്തു പെഡസ്ട്രലിനെ കാണുമ്പോൾ നിർത്തണം എന്നുള്ളതാണ് ട്രാഫിക് റൂൾസ്. പെഡസ്ട്രൽ കാണാൻ നിർത്തണം, പശുവിനെ കണ്ടു കഴിഞ്ഞാൽ 24 മണിക്കൂർ നിർത്തി കൊടുക്കണം എന്നാണ്. പെഡസ്ട്രൽ കണ്ടാൽ നിർത്തി കൊടുത്താൽ മതി. പശുവിനെ കാണണ, പശു കാള അങ്ങനെ പിന്നെ സിംഹത്തെ കാണാൻ നിർത്തി കൊടുക്കണമെന്ന് പറയാൻ ഞാൻ ഭാഗ്യം. കാരണം പിന്നെ ആളുണ്ടാവില്ല 24 മണിക്കൂർ. സിംഹം കടുവയൊക്കെ കാണുമെന്നെങ്കിൽ 24 മണിക്കൂർ. ഗെയിം അല്ല പഠിക്കുന്നത്, ഗെയിം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഗെയിം എങ്ങനെ ഇത് വെച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഏത് മണ്ടന്മാർക്കും പറ്റും, ഗെയിം ഡെവലപ്പ് ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇൻ്റർനെറ്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കണം, ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ തള്ളിക്കണം. നമ്മളെ മുഴുവില്ല.
ഒരുത്തം ആളുകൾ വട്ടം വെച്ചപ്പോൾ വണ്ടിയിലൊരു ആക്സിഡൻ്റ് ആയപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രൂഫ് എന്താണെന്നുള്ളത് വട്ടം വെച്ചു എന്നുള്ളത്. ശരി, അതിൻ്റെ പ്രൂഫില്ല. ഇപ്പോൾ ഈ ക്യാമറ ഓണാക്കിയിട്ടുണ്ട്, പ്രൂഫുണ്ട് ആരെങ്കിലും വട്ടം വെച്ച് കഴിഞ്ഞു. കാരണം ഒരു ആക്സിഡൻ്റ് എടുക്കുമ്പോൾ പ്രൂഫ് വേണ്ടേ നമുക്ക്. ഒരുത്തം വന്ന് വട്ടം കയറി അമ്മറിനോ നമ്മൾ അങ്ങോട്ട് പോയി തട്ടിയതാന്ന് പറയാം. അപ്പോൾ പ്രൂഫ് വേണമല്ലോ. ഈ രണ്ട് പ്രൂഫിന് ക്യാമറ വേണം. ഭാവിയിൽ 360 ഡിഗ്രി ക്യാമറ വരും എല്ലാ വണ്ടികളിലും. ഈ 4 വീലറിലൊക്കെ വരും. 2 വീലറിൽ വരാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും, എന്നാലും 4 വീലറിൽ ആദ്യം വരും. ഇപ്പം തന്നെ ബസ്സുകളിലൊക്കെ വന്നു തുടങ്ങിയില്ലേ, ബസ് ലോറിയൊക്കെ വെക്കണമെന്ന് കമ്പൽസറി ആക്കി തുടങ്ങി. പിന്നെ അത് ഭാവിയിൽ മറ്റ് 4 വീലേഴ്സിലൊക്കെ വരും. പപ്പയ്ക്ക് കാറിൽ പിടിപ്പിക്കണ ഒരു 55,000 ചിലവ് വരും. നമ്മുടെ ടൊയോട്ട വന്ന് പിടിപ്പിക്കുകയാണെങ്കിൽ പുറത്ത് ചെയ്ത് അതിൻ്റെ പകുതി പൈസയ്ക്ക് ചെയ്യാൻ പറ്റും. പകുതിയല്ല, അത് 10,20,000 രൂപയ്ക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അവർ പറഞ്ഞ പുറത്തുനിന്ന് പിടിപ്പിക്കണം, അവർ ടെസ്റ്റ് ചെയ്യണില്ല. ഞാൻ ടൊയോട്ടയിൽ ചോദിച്ചപ്പോൾ ടൊയോട്ടയിൽ നിന്ന് കൊടുക്കണമൊക്കെ അവർ ലാബിൽ ഇത്ര വർഷം ടെസ്റ്റ് ചെയ്ത് അത് അപ്രൂവ് ചെയ്ത് നിങ്ങളുടെ ഇവിടെ വരുന്നത്. അവരുടെ ടൊയോട്ടയുടെ ചെന്നൈയിലുള്ള ഓഫീസിലോ അല്ല അവിടെ പ്ലാന്റിൽ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ. ഷോറൂം വഴി നിങ്ങൾ പുറത്ത് പോയി പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവരൊന്നും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഇതടിച്ചു, ബോർഡടിച്ചു, അതടിച്ചു, ഇതടിച്ചു എന്നൊക്കെ വരും. കാരണം തീപിടുത്തം ഉണ്ടാവാം. സത്യമാണോ നമുക്കറിയില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. റേറ്റ് ഭയങ്കര കൂടുതലാണ് ഷോറൂമിൽ നിന്നുള്ള. ഇരട്ടി കൂടുതൽ പൈസയുണ്ട് നമ്മൾ പുറത്തുനിന്ന് പിടിപ്പിക്കണമെങ്കിലും. പുറത്തുനിന്ന് 15-20 രൂപയ്ക്ക് 360 ഡിഗ്രി ക്യാമറ കിട്ടും. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചാൽ 55,000 അങ്ങോട്ട് പറഞ്ഞു. അത് ഈ പഴയ സാധനം കൊടുത്തിട്ട് എക്സ്ചേഞ്ചോടുകൂടി ചെയ്യുകയാണെങ്കിൽ 55,000. പഴയത് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് പൈസ കിട്ടും. അപ്പോൾ ആ എക്സ്ചേഞ്ച് അടക്കമാണ് 55,000 പറഞ്ഞത്. ഇപ്പോൾ കുട്ടികൾക്ക് അവിടെ സെക്യൂരിറ്റി നോക്കണ്ട. പണ്ട് ഞാൻ ഒരുപാട് ഓർക്കുന്നുണ്ട്.